السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشواريه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഫത്ഹുൽ മുഈൻ ഓതിയിട്ട് എവിടെ എത്തി എന്നുള്ളതിനെ പറ്റി വല്ല ധാരണയും ഉള്ളവരുണ്ടാ? റെക്കോർഡ് ചെയ്തവർക്കറിയാം എവിടെ എത്തിയിട്ടുണ്ടാവുന്ന. മുഖം കഴുകുന്നതിനെ സംബന്ധിച്ചുള്ള പാടാണ് അവസാനം ഓതിയെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാണ്. വുദൂഇന്റെ ഫർളുകൾ പറഞ്ഞു വന്ന് നിയ്യത്തും മുഖം കഴുകലും പറഞ്ഞു. ഇനി കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുന്നതിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതിന്. എന്നാലും ഒന്ന് ഓതിപ്പോണല്ലോ വർക്കത്തിന് വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വസാലിസുഹാ, വുദൂഇന്റെ ഫർളുകളിൽ നിന്നും മൂന്നാമത്തെ ഫർള് വസ്ലു യദൈഹി, രണ്ട് കൈകൾ കഴുകലാണ്. മിൻ കഫൈഹി വദിറാഹി, കൈ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ശൈലിയാ. കൈ എന്ന വാക്ക് മുൻകൈയിനും കൈ എന്ന് പറയും, മുട്ടുവരെയുള്ളതിനും കൈ എന്ന് പറയും, അതുപോലെ തന്നെ തോള് വരെയുള്ളതിനും കൈ എന്ന് പറയും. അപ്പൊ ഈ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ കൈ എവിടെ? അതിന്റെ ഒരു ബയാനായിട്ട് രണ്ട് മുൻകൈയും രണ്ട് മുഴങ്കൈയും, അതാണ്. മറ്റേ കള്ളന്റെ മസല പറഞ്ഞു കൊടുത്ത പോകത്തല്ല പറഞ്ഞ വക്തവും ഐതിഹ്യവുമാണല്ലോ, കൈ മുറിക്കണം. അപ്പൊ ഈ കൈ എന്ന് പറഞ്ഞതിന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തത് മുൻകൈ എന്നാണ്. എന്നാൽ ഇവിടെ കൈ എന്ന് പറയുമ്പോ മുൻകൈ മാത്രമല്ല, മുൻകൈയും രണ്ട് മുഴങ്കൈയും. ബി കുല്ലി മിർഫഖിൻ, രണ്ട് മുഴുവൻ മുട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കയ്യിന്റെയും മുട്ട് ഉൾപ്പെടെ. മാന്റെ അർത്ഥത്തിന് ബാ. ലിൽ ആയത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുട്ട് ഉൾപ്പെടെ കൈ കഴുകണം എന്ന് പറഞ്ഞത്. ഇദാ ഖുംതും മിനസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ ഇലൽ മറാഫിഖി എന്ന് പറഞ്ഞ ഇല വായത്തിനാണ്. അത് വായത്ത് ദാഖിലാണോ ഖാരിജാണോ എന്ന് പൊതുവെ ഒരു ചർച്ച വരാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ വായത്ത് ദാഖിലാണ്, അഥവാ ഇല മുട്ട് വരെ എന്ന് പറഞ്ഞാൽ മുട്ട് ഉൾപ്പെടെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തിട്ടുണ്ട്. ഇനി വയജിബു വസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി, ഈ കൈ കഴുകുമ്പോൾ ഫർളാക്കപ്പെട്ട സ്ഥലത്തുള്ള എല്ലാം കഴുകണം. അഥവാ മുൻകൈ തൊട്ടിട്ട് മുഴങ്കൈ ഉൾപ്പെടെ മുട്ട് വരെയുള്ള, അതായത് മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാം കഴുകണം. എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മിൻ ഷാഇരിൻ, മുടിയാലും, വവസ്രിൻ, നഖത്താലും ഒക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, കാരണം അവിടുന്ന് വല്ല മുഴയെ പോലത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വലുതായി തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ വേണം. വഇൻ ത്വാല, ഈ നഖം വല്ലാതെ നീണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കയ്യിലുള്ള മുടി വല്ലാതെ നീണ്ടിട്ടുണ്ട്, എന്നാലും ആ നഖവും മുടിയും ഉൾപ്പെടെ. ഇനി നഖവും മുടിയല്ലാത്ത അതുപോലെയുള്ളതാണ്, അത് ഉൾപ്പെടെ എന്ന് പറയാം, അതുപോലെയുള്ള മറ്റു വല്ലതും. ഉദാഹരണം, കയ്യിൽ ഒരു മുഴ പൊന്തിയിട്ട് ആ മുഴ വല്ലാതെ വലുതായി നീണ്ടിക്കുന്നുണ്ട്, അതുൾപ്പെടെ
കഴുകണം. അപ്പൊ ഈ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലത്തുള്ള നഖം, മുടി, തൊലി തുടങ്ങിയതെല്ലാം കഴുകൽ വുജൂബാണ്. അപ്പൊ ചില ആളുകളുണ്ടല്ലോ നഖം നീട്ടിയിട്ട് ഇങ്ങനെ മീറ്റർ കണക്കിന് നീട്ടുന്നത് ഇസ്ലാമില് ശരിയല്ല, തെറ്റാണ്. എന്നാലും ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വെക്കാം. എന്നാൽ അതിപ്പോ മുൻകൈയിന്റെ അതിർത്തിയൊക്കെ വിട്ടിട്ട് കുറേ അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. എന്നാലും ഈ കഴുകൽ വുജൂബാണ് എന്ന് പറയുന്ന പരിധിയിൽ അത് പെടും. അപ്പൊ നേരത്തെ നമ്മൾ മുൻകൈ കഴുകണം എന്ന് പറഞ്ഞല്ലോ. ആ കഴുകലിൽ ശരിക്കും മുൻകൈയൊക്കെ പൂർണ്ണമായി കഴുകിയിട്ടുണ്ട്. എന്നാൽ മുഖം നിയ്യത്തോടുകൂടി മുഖം കഴുകിയതിനു ശേഷം പിന്നീട് കൈ കഴുകുമ്പോൾ രണ്ടാമത് വീണ്ടും മുൻകൈ കഴുകൽ വുജൂബുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം പറഞ്ഞത് ഇത് മുഖദ്ദിമ എന്ന നിലക്ക് സുന്നത്തായ കഴുകലാണ്. അതുകൊണ്ട് ഫർള് വിടുന്നില്ല. ഫർള് വിടണമെങ്കിൽ നേരത്തെ മുൻകൈ കഴുകിയിട്ടുണ്ട് എന്നത് പരിഗണിക്കുന്നില്ല. മുട്ടുൾപ്പെടെ രണ്ട് കൈ കഴുകുന്ന സമയത്ത് നഖം ഉൾപ്പെടെയുള്ള മുൻകൈ മുതൽ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലം മുഴുവനായി കഴുകുക തന്നെ വേണം. നേരത്തെ കഴുകൽ ഫർളായ കഴുകുന്നത് പരിഗണിക്കപ്പെടുന്നില്ല. ഇനി ഫർള് ലൗ നസിയ, വുളു ചെയ്യുന്നൊരു വ്യക്തി മറന്നാൽ, നേരെ ശ്രദ്ധയില്ലാതെ വിട്ടുപോയി എന്നർത്ഥം. മറക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഇപ്പൊ അവിടെ അർത്ഥമുള്ളൂ. ലുംഅത്തൻ, ഒരു ചെറിയ ഒരു ലുംഅത്ത് എന്ന് പറഞ്ഞാൽ സാധനമാണെങ്കിൽ ബാക്കി ദിവസമൊക്കെ നനയുമ്പോ ഒരു ചെറിയ പോയിന്റ് നനയാതെ അവിടെ ഒരു പ്രത്യേകം തിളങ്ങി നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് അവിടെ ലുംഅത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു പോയിന്റ് സ്ഥലം, ഒരു ചെറിയൊരു പോയിന്റ് സ്ഥലം എന്തായിപ്പോയി? മറന്നുപോയി എന്ന് പറഞ്ഞാൽ കഴുകുന്നതിൽ ശ്രദ്ധ വിട്ടുപോയി. ഒന്നാം വട്ടം കഴുകിയപ്പോ അല്പസ്ഥലം കൈയിന്റെ മുട്ടിലോ അല്ലെങ്കിൽ മുട്ടുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തോ അല്പസ്ഥലം മറന്ന് അഥവാ ശ്രദ്ധയിൽപ്പെടാതെ നനയാതെ പോയി. ഫൻറസലത്ത്, എന്നിട്ട് ആ ലുംഅത്ത്, ആ അല്പസ്ഥലം കഴുകൽ സിദ്ധിച്ചു. ഇതല്ല മനഃപൂർവ്വമല്ല. എവിടെ കഴുകൽ സിദ്ധിച്ചു? ഫീ തസ്ലീസിൻ, രണ്ടാം വട്ടം കഴുകൽ സുന്നത്തുണ്ടല്ലോ, മൂന്നാം വട്ടം കഴുകലും സുന്നത്തുണ്ട്. അങ്ങനെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യം ചെയ്യുന്ന സുന്നത്താവുന്ന തസ്ലീസ്, അതാപ്പോ തസ്ലീസ് വരാൻ കാരണം സുന്നത്താണല്ലോ ഇപ്പൊ രണ്ടും മൂന്നും. അങ്ങനെ സുന്നത്തായ നിലക്ക് രണ്ടാം പ്രാവശ്യമോ മൂന്നാമത്തെ പ്രാവശ്യമോ കഴുകുന്ന സമയത്ത് ഒന്നാമത്തെ പ്രാവശ്യം കഴുകൽ ഫർളാണല്ലോ. ഈ ഫർളായി കഴുകുന്ന സമയത്ത് മറന്നുപോയ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയ ആ ചെറിയ ഭാഗം കഴുകൽ സിദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കഴുകയല്ല. മറ്റേ സുന്നത്ത് എടുത്തപ്പോ അത് നനഞ്ഞ് കിട്ടി, അങ്ങനെ ആയി കിട്ടി. അതല്ലെങ്കിൽ നേരത്തെ വുളു എടുത്തു എന്ന കാര്യം മറന്നുകൊണ്ട് രണ്ടാമത് വുളു ചെയ്തു. അപ്പൊ യാദത്ത് വേറുണ്ട്. യാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു വുളു ചെയ്ത് ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഒരു ഫർളോ സുന്നത്തോ ആയ നിസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വുളു ചെയ്യൽ സുന്നത്തുണ്ട്. അത് യാദത്ത് എന്ന് പറയും. അതല്ല ഇത്. അതില് നനഞ്ഞാൽ പരിഗണിക്കപ്പെടുകയില്ല. മറിച്ച് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ലിനിസിയാനില്ലഹു, നേരത്തെ വുളു ചെയ്തു എന്ന കാര്യം ഓർമ്മയില്ല. വുളു ചെയ്താൽ എങ്ങനെ ശോധന വിട്ടുപോയി, ഇപ്പൊ വുളു ഇല്ലായിരുന്നു ഓർമ്മ. ആ ധാരണയിൽ രണ്ടാമത് വുളു ചെയ്തുവൻ. ആ സമയത്ത് നേരത്തെ വുളു ചെയ്തപ്പോൾ നനയാതെ പോയ ആ പോയിന്റ് നനഞ്ഞുകൂട്ടി. അത് ലാ തജ്ദീദിന് അവിടെ ലാ കൊണ്ട് അത്ഫ് ചെയ്തിട്ട് ഒരു ഇസ്തിദ്റാക്ക് ചെയ്യാം. സാധാരണഗതിയിൽ തജ്ദീദ് ചെയ്യുന്ന വുളു, തജ്ദീദിന്റെ വുളു പറഞ്ഞേക്ക് ഒരു ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഒരു നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യൽ, ഇആദത്ത് ചെയ്യൽ തജ്ദീദിന്റെ വുളു എന്ന് പറയുന്ന സുന്നത്തുണ്ട്. അങ്ങനെ തജ്ദീദ് എന്ന ഉദ്ദേശത്തോടു കൂടി വുളു ചെയ്യുമ്പോൾ നേരത്തെ കഴുകൽ യഥാർത്ഥ വുളു ചെയ്ത സമയത്ത് അറിയാതെ വിട്ടുപോയ സ്ഥലം നനഞ്ഞാലും അതുകൊണ്ട് വുളു ആവൂല. അതുപോലെ തന്നെ ഇഹ്തിയാത്തിന് വേണ്ടിയുള്ള വുളു എന്ന് പറഞ്ഞാൽ വുളു എടുത്തുനിന്ന് ഒരു ധാരണ ഉണ്ട്. വുളു എടുത്തുനിന്ന് ഒരു ധാരണ ഉണ്ട്. വുളു മുറിഞ്ഞെന്നുള്ള ഒരു അറിയില്ല. എന്നാലും ഒരു സംശയം, ആ സംശയത്തോടു കൂടി നിസ്കരിക്കാൻ സഹിയാവും നമ്മൾ വേറെ പറഞ്ഞത്. എന്നാൽ ഈ സംശയത്തോടു കൂടി ഇനി വേണ്ട, ഉറപ്പായിക്കോട്ടെ എന്നുള്ളതൊക്കെ ഒന്നുകൂടി അവിടെ കൊടുത്തു. പക്ഷേ അവിടെ രണ്ട് വഴിയുണ്ട്. നേരത്തെ വുളു ഉണ്ടോ ഇല്ലേ എന്ന് ശക്ക് വന്നാൽ
അവിടെ ഉറപ്പ് കിട്ടാൻ നല്ല ഉദു ഒന്ന് മുറിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. അതിനിപ്പോ പെരുത്ത് പണിയൊന്നുമില്ലല്ലോ. ഉദു മുറിഞ്ഞു എന്നാണ് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഉദു കൊടുക്കലാണ് നല്ലത്. ശക്കുണ്ടാവുകളി ഇനി അങ്ങനൊന്നും ചെയ്യാതെ നേരത്തെ ഉദു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ധാരണ എങ്കിലും ഒരു ശക്ക് നിലനിൽക്കുന്നതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എടുത്തു. അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ ഫർളോ സുന്നത്തോ നമസ്കാരം നിസ്കരിച്ചതിന് ശേഷം തജ്ദീദ് എന്ന നിലക്ക് രണ്ടാമത് എടുക്കുന്നതോ ആയ വുദൂയിൽ നേരത്തെ യഥാർത്ഥ വുദൂയിൽ വിട്ടുപോയ ഭാഗം നനഞ്ഞാൽ പോരാ. മറിച്ച് നേരത്തെ വുദൂ എടുത്തു എന്ന കാര്യം പറ്റേ മറന്നുപോയി യഥാർത്ഥ വുദൂ എന്ന ധാരണയിൽ എടുക്കുന്ന യാദത്തിന്റെ വുദൂഓ അതല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യത്തെ കഴുകലിലോ നേരത്തെ വിട്ടുപോയ സ്ഥലം നനഞ്ഞു കിട്ടിയാൽ അജ്സഅഹു ഒന്നിച്ച അത് മതി. ഇത് ഈ നനയിൽ ഈ ഇൻഗിസാല് കൊണ്ടിട്ട് ആ വുദൂവിന് മതിയാവും. അപ്പൊ ഇടയ്ക്ക് വിട്ടുപോയത് പരിഗണിക്കപ്പെടും. അതായത് ഒന്നാമത്തെ കഴുകലാണല്ലോ ഫർള്. ആ ഫർളിന്റെ സമയത്ത് അല്പസ്ഥലം അറിയാതെ വിട്ടുപോയി. അത് സുന്നത്തായ രണ്ടാമത്തെ പ്രാവശ്യം കഴുകുമ്പം അത് നനഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ പ്രശ്നമുണ്ട്, ഈ രണ്ടാമത്തെ പ്രാവശ്യം സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ ഫർളായ പ്രാവശ്യത്തിൽ അല്പഭാഗം നനയാതെ വിട്ടുപോയ ഭാഗം രണ്ടാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമോ കഴുകിയ സമയത്ത് അത് നനഞ്ഞാൽ ഇപ്പൊ എന്തേ ആവുള്ളൂ? ഫർളായ ഒരു മറത്തേ കൂട്ടുള്ളൂ. അപ്പൊ അതിനൊരു ധാരണ ഉണ്ടാവില്ലല്ലോ. ധാരണ ഉണ്ടാവില്ല. എന്നാലും ആ തസ്രീന്റെ സുന്നത്ത് പോവും. രണ്ടാമത്തെ വട്ടത്തിലാണ് നനഞ്ഞതെങ്കിൽ മൂന്നാമത്തെ വട്ടത്തിൽ അപ്പൊ ഒരു വട്ടം സുന്നത്തെടുത്ത കൂലിയിട്ടു. അത് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാതെ രണ്ടാം വട്ടത്തിലോ മൂന്നാം വട്ടത്തിലോ നനഞ്ഞാൽ ആ നനയൽ കൊണ്ടിട്ട് സംഗതി അത് മതിയെങ്കിലും ഏത് വട്ടത്തിലാണോ എന്ന് വെച്ചാൽ അതുവരെ ഉള്ളത് ആ ഫർള് നനയലോട് കൂടി ഫർളായ ഒരു മറത്തായിട്ട് കൂട്ടും. പിന്നെ ബാക്കി തസ്രീസ് ചെയ്തെങ്കിലേ തസ്രീസ് സുന്നത്തിട്ടുള്ളൂ. വറാബിഉഹ വുദൂഇന്റെ ഫർളുകളിൽ നിന്നിട്ട് നാലാമത്തേത് മസ്ഹു ബഅദി റസിഹി വുദൂ ചെയ്യുന്ന ആ വ്യക്തിയുടെ തലയിൽ നിന്നിട്ട് അല്പം തടവലാണ്. തല എന്ന് പറയുന്ന പരിധിയിൽപ്പെട്ട അല്പഭാഗം തടയാം. അത് ഏത് ഭാഗമാകാം. അതിനാ പറയുന്നത് ആ ബഅദ് ഏതുപോലെ കന്നസാറ്റി കനറ്റി പോലെ. നസാറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ അത് മുഖത്തിന്റെ കോലത്തിലാണ് ഉള്ളത്. നസാറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി മൂർനാവിന്റെ നേരെ വരുന്ന മുടിയില്ലാതെ അല്പം കീറി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് രണ്ട് ഭാഗത്തും. നെറ്റിത്തടത്തിന്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് മുടിയില്ലാതെ അല്പം മേപ്പോട്ട് കീറി നിൽക്കുന്ന സ്ഥലം, ഇതാണ് നസാറ്റ്. കയനെറ്റി എന്നാണ് അതിന് പണ്ട് കാരണന്മാര് അർത്ഥം പറയാം. അതിപ്പോ കണ്ടാ മുഖാന്ന് തോന്നും, പക്ഷെ അത് തലയിൽപ്പെട്ടതാണ്. അത് തടകിയാലും മതി. പക്ഷെ ഏതുപോലെ നെറ്റി തടകിയാ പോലെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഇപ്പോഴുള്ളവർക്കത് വല്ലാതെ അങ്ങനെ കേട്ടില്ല. എന്നാലും പറ്റ പോകാത്ത ചിലവിടെ നെറ്റി തടയുക എന്നൊരു പറച്ചിലുണ്ട്. നെറ്റി തടയുക വുദൂഇന്റെ ഫർള് വീടൂല, തലയാണ് തടകേണ്ടത്. പക്ഷേ കയനെറ്റി എന്ന് പറയുന്നത് നമ്മൾ പേര് നെറ്റിയാണ് എന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ നെറ്റിയല്ല, അത് തല തന്നെയാണ്. അതാണ് നസാത്ത്. അതുപോലെ തന്നെ വൽ ബയാദില്ലദീ വറാഅൽ ഉദ്നി, ചെവിയുടെ പിൻവശത്തുള്ളതാവുന്ന ആ വെളുപ്പ് എന്ന് പറഞ്ഞാൽ മുടിയില്ലാത്ത സ്ഥലം എന്നാവുകൊണ്ട് ഉദ്ദേശം. ഇത്രയും ബയാദ് എന്ന് പറഞ്ഞാൽ കാലിയായ സ്ഥലം എന്നാണ് അർത്ഥം. മുടിയില്ലാത്ത, മുടി മുളക്കുന്ന അതിർത്തിക്ക് ശേഷം ചെവിയുടെ മുമ്പായിട്ട് അതിലുണ്ടല്ലോ ഒരു ഇടവഴി. ഇപ്പൊ നാട്ടിൽ ഇടവഴിയൊക്കെ പോയ കാലം, എന്നാലും തലയിൽ ഇടവഴി അവിടെ ബാക്കിയുണ്ട്. അപ്പോ ചെവിയുടെ പിൻവശത്തായിട്ട് മുടി മുളക്കാതെ തലമുടിയുടെ അതിർത്തിയുടെ തൊട്ട് താഴെയായി ചെവിയുടെ ഇടയിലുള്ള ആ കാലിയായ സ്ഥലം, അതും തലയിൽപ്പെട്ടതാണ്. ചെവി തലയിൽപ്പെട്ടതാണോ അല്ലേ എന്നുള്ള മദ്ഹബുകൾ തമ്മിൽ തർക്കമുണ്ട്. ഷാഫി മദ്ഹബ് അത് സ്വന്തം അവയവമായിട്ട് പരിഗണിക്കുകയും തല തടകുന്നതിൽ ചെവിയെ പരിഗണിക്കാതെ ചെവി സ്വന്തം സുന്നത്തായ ഒരു അവയവമായി എണ്ണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് പിടിച്ചാൽ മതി.
അപ്പോ പക്ഷെ ഈ മുടി മുളക്കാത്ത ഈ കാലി സ്ഥലം ചെവിന്റെ ബേക്കുള്ള സ്ഥലം തല തന്നെയാണ്. അപ്പൊ കയനെറ്റി കണ്ടാൽ മുഖമാണെന്ന് തോന്നും. അതുപോലെ തന്നെ ചെവിയുടെ പിൻവശത്തിലുള്ളതായ ഈ കാലി സ്ഥലം അത് കണ്ടാൽ ചെവിയോട് ചേർന്നതാണെന്ന് തോന്നും, കാരണം അവിടെ മുടിഞ്ഞല്ലോ. പക്ഷേ അതൊക്കെ തലയിൽപ്പെട്ടതാണ്, അവിടെ തടകിയാലും മതി എന്നർത്ഥം. മസ്ഹു ബഅദി റസിഹി, തലയിൽ നിന്നിട്ട് ബഅദ് തടയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബയാനായിട്ട്, അതായത് ബശറത്തിന്റെ തൊലി അല്ലെങ്കിൽ ഷയറ് മുടി, ഈ രണ്ടാലൊന്ന് തടയുക എന്നർത്ഥം. ഈ ബഅദ് മുടിയാവാം, അതുപോലെ തന്നെ തൊലിയാവാം. പക്ഷേ മുടിയാവുന്നോടത്ത് ഫീ ഹദ്ദിഹി എന്ന് പ്രത്യേകം പറയണം. തൊലിന്റെ പിന്നെ അതിന്റെ ആവശ്യമില്ല. തൊലി സാധാരണ തലയുടെ തൊലി തലയിൽ തന്നെയല്ലേ സാധാരണഗതിയിൽ ഉണ്ടാവൂ. പക്ഷെ അവിടെ ഉണ്ടൊരു പ്രശ്നം കേട്ടോ. തലയിൽ വലിയൊരു മുഴ ഉണ്ടായി. ആ മുഴ ഇങ്ങനെ നീണ്ട് കീപ്പോട്ടിറങ്ങി അത് ചുമലിലോളം താഴ്ന്നു കിടന്നു. എന്നാൽ തലയുടെ അതിർത്തിയിൽ നിന്നിട്ടും ചുമലിലേക്ക് തട്ടി നിൽക്കുന്ന ആ ഭാഗം തടഞ്ഞാൽ മതിയോ പോരെയോ എന്ന് തർക്കമുണ്ട് അയ്മത്തിനടി. മനസ്സിലായില്ലേ? എന്നാൽ അതും മതി എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അയ്മത്ത്. മനസ്സിലായില്ലേ? തലയുടെ അതിർത്തിയിൽ നിന്നിട്ട് പുറത്തുപോയി പറഞ്ഞേക്ക് വലിയ മുഴ കീപ്പോട്ട് തൂങ്ങി വന്ന് അത് ചുമലിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. തലയുടെ അതിർത്തിന്റെ പുറത്തു വന്ന് ചുമലിൽ തട്ടുന്ന ഈ ഭാഗം തടയാലോ, അത് തടയാലും മതി എന്നാണ് നിഹായ. അത് മതിയാവുന്ന ഖിലാഫുണ്ട് ചിലർക്കൊക്കെ. ഏതായാലും ആട്ടെ, മുടി ഏതായാലും ഷർത്തായിട്ട് പറയാ തലയുടെ അതിർത്തിയിൽ പെട്ട മുടിയെ തടയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ വലിയ മുടിയായിട്ട് നീണ്ടു കിടക്കുകയും അത് ചുരുണ്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ മുൻവശത്തുള്ള മുടി തടകുന്ന പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മുടി തടയപ്പം തലയുടെ അതിർത്തിയിൽ തന്നെയാണ് ആ തടകിയത്. പക്ഷേ മുൻവശത്തുള്ള മുടിയായിരുന്നു തടകിയിരുന്നത്. ആ തടകിയ മുടി മുൻവശത്തോട്ട് പിടിച്ച് നീട്ടിപ്പിടിച്ചാൽ തലയുടെ അതിർത്തിയിൽ നിന്ന് കീഴ്പോട്ട് വന്ന് മുഖത്തിന്റെ അതിർത്തിയിലെത്തും. ആ ഭാഗത്താണ് തടകിയത് എങ്കിൽ ആ മുടി തടകിയാൽ പോരാ. അതേസമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയ പ്രയാസമില്ല. കാരണം എന്താ, സ്ത്രീകൾ മുടി വലിയതാണെങ്കിലും അവർ പിന്നിലോട്ട് വാർന്നു വെക്കുന്നതായതുകൊണ്ട് ആ മുൻവശത്ത് തടകിയാലും മുടിയുടെ വരട് ഭാഗത്തായിരിക്കുമല്ലോ തടച്ചിൽ വരിക. അപ്പൊ ആ മുടി ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചാലും മിക്കവാറും അത് തലയുടെ അതിർത്തിയിൽ തന്നെ ആയിരിക്കും. അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുടിയാണ് തടയുന്നതെങ്കിൽ ഫീ ഹദ്ദിഹി ആയിരിക്കണം, തലയുടെ അതിർത്തിയിൽ ഉൾക്കൊള്ളുന്ന ഭാഗത്തായിരിക്കണം മുടി എന്ന് പറഞ്ഞാൽ എങ്ങനെ? തലയുടെ അതിർത്തിയിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ തടയുന്ന സമയത്ത് അതിന്റെ അതിർത്തിയിൽപ്പെട്ടാ പോരാ, നീട്ടി ഏത് ഭാഗത്തേക്കാ? മുടി 4 ഭാഗത്തേക്കാ എന്ന് പറഞ്ഞാൽ മുൻവശത്തേക്കുള്ള മുടിയുണ്ട്, പിൻവശത്തേക്കുള്ള മുടിയുണ്ട്, ഇടതുവശത്തോട്ടും വലതുവശത്തോട്ടുള്ള മുടിയുണ്ട്. ഈ മുടി പ്രകൃതിപരമായി ഏത് ഭാഗത്തേക്കാണുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നീട്ടിപ്പിടിച്ചാൽ ഈ തടകിയ ഭാഗം തലയുടെ അതിർത്തിയിൽപ്പെട്ടിരിക്കണം, എങ്കിലേ മുടി തടയാൻ പറ്റുള്ളൂ. തൊലി പിന്നെ സാധാരണഗതിയിൽ തലയുടെ അതിർത്തിയിൽ തന്നെ ആയതുകൊണ്ട് തൊലി തടയുക എന്ന് പറഞ്ഞാൽ മതി. ഇനി വലോ ഭാവസാരത്തി വാഹിദ, ഒരു മുടിയുടെ അല്പമാണെങ്കിലും ശരി ആ തടയല് കൊണ്ട് എന്താകും? ഫർള് വീടും എന്നാണ് നമ്മളെ ശാഫി മദ്ഹബ്. അതുകൊണ്ട് മതിയാക്കണം എന്നല്ല, ആ ആയത്ത് സഹിയാകാനും ഫർളായ കടമ വീടാനും അത് മതി എന്നാണ് അർത്ഥം. ലില്ലായത്തി വംസഹു ബിറുഊസിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. ബാഗ് ഇൽസാഖിനാണ് എന്നാണ് പറയാം. ബാഗ് ഇൽസാഖിനാവുമ്പം തലയോട് എത്ര ചുരുങ്ങിയ ഭാഗത്ത് ചേർന്നാലും മസ്ഹ് എന്ന വാക്ക് വാസ്തവമാകും. അതുകൊണ്ട് തലയുടെ അതിർത്തിയിൽപ്പെട്ട തൊലിയിലോ മുടിയിലോ ഒരു അല്പമെങ്കിലും തടയാനും ഫർള് വീടും എന്ന് വെച്ച് ഷാഫി മദ്ഹബുകാരായ നമ്മള് വല്ലാത്ത വീഴ്ച വരുത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ മുഅക്കദായ ഒരു സുന്നത്ത് നമ്മൾ അവഗണിച്ച് കളയുന്നു. അതിനേക്കാളും മുഅക്കദ് അല്ലാത്ത സുന്നത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണം തസ്നീസ് 3 പ്രാവശ്യം തടയുക എന്ന് പറയുന്നത് സുന്നത്ത് തന്നെയാണ്. ചെവി തടകുന്നതാണെങ്കിലും
അതുപോലെ തന്നെ തല തടകുന്നതാണെങ്കിലും മുമ്മൂന്നിച്ച് പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഅ് എന്ന നിലക്ക് പരസ്യമായി കാണിച്ചു കൊടുത്തെടുത്ത് 3 പ്രാവശ്യം തല തടകി എന്ന് തന്നെ വ്യക്തമായി ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. അപ്പൊ തസ്ലീസ് സുന്നത്ത് തന്നെയാണ്. പക്ഷേ തസ്ലീസ് സുന്നത്താണ് എങ്കിലും തല മുഴുവൻ തടയുക എന്ന് പറയുന്നത് മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും വുജൂബാണ്. തലയിൽ നിന്നിട്ട് അല്പമെങ്കിലും തടകാതെ പോയാലും വുദൂ സഹിയല്ല. അപ്പൊ രണ്ട് അഹ്ലുസുന്നത്തിന്റെ മദ്ഹബുകൾ വുജൂബാണെന്ന് പറഞ്ഞ തല മുഴുവൻ തടയുക എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്. ഫർള് കൊണ്ട് ഖൗല് നടന്നതുകൊണ്ട് അത് ഒഴിവാക്കൽ കറാഹത്താണ്. പക്ഷേ ഈ സുന്നത്ത് നമ്മൾ അവഗണിച്ച് നന്ന കുറക്കുന്നു. അപ്പൊ അത് ചെയ്യരുത് എന്ന് മനസ്സിലായില്ലേ? ഖാലൽ ബഗവിയു അത് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാ പറയും. ഇമാം ബഗവി റഹ്മഹുല്ലാഹ് പറയാണ്, അസ്ഹാബു ഷാഫിയ്യത്തിൽപ്പെട്ട മഹാനാണ്. യംബഗി വളരെ അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്താണെന്ന യംബഗിന്റെ അർത്ഥം ഉപേക്ഷിക്കൽ കറാഹത്താണെന്നുള്ള അർത്ഥത്തിൽ. അല്ലാ യുജ്സിഅ അഖല്ലു മിൻ ഖദ്രി നാസിയ, ഒരു മൂർദാവിന്റെ ഖദർ, മൂർദാവിന്റെ അത്രയും ഖദറിനേക്കാൾ കുറയാതിരിക്കൽ വളരെ മുഅക്കദായ സുന്നത്താണ്. അതിലും കുറയൽ കറാഹത്ത് എന്തായാലും വരുന്നർത്ഥം. വഹിയ ഈ ഖദ്റുൻ നാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ബൈന നസ്അത്തൈൻ, നേരത്തെ പറഞ്ഞ രണ്ട് കയനെറ്റിയുടെ ഇടയിലുള്ള സ്ഥലം, അതായത് തല മുടി നെറ്റി മുതൽ അങ്ങോട്ട് തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ മൂർദാവ് വരെയുള്ള ആ ഭാഗം, അത് ആണ് എങ്കിലും കുറയാതിരിക്കണം എന്നർത്ഥം. എന്തുകൊണ്ട്? അതിന്റെ കാരണം അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംസഹ് അഖല്ല മിൻഹാ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഇനെ പറ്റി റിവായത്തുകളിൽ വന്ന ഒരുപാട് ഹദീസുകൾ ഇമാമികൾ പരിശോധിച്ചിട്ട് പറയുന്നത് ഒരു മൂർദാവിന്റെ ഖദറിനേക്കാൾ കുറഞ്ഞ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തടകിയതായി ഹദീസിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അവിടുന്ന് ചുരുങ്ങിയത് മൂർദാവിന്റെ ഖദർ വരെ തടകിയിട്ടുണ്ട്. അതിന് മൂർദാവിന്റെ ഖദർ തടകി നിർത്തിയേക്കല്ല, അത് ഹദീസിൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചുകൊണ്ട് വുദൂ ചെയ്തപ്പോൾ തലപ്പാവ് അല്പം പൊക്കിയിട്ട് മൂർദാവ് വരെ തടകിയതിനു ശേഷം ബാക്കി തലപ്പാവിന്റെ മുകളിൽ തടവി എന്നാണുള്ളത്. അപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരു റിവായത്ത് തന്നെ നബി ഹനീഫ റളിയല്ലാഹു തആല, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് 2 റിവായത്തുണ്ട് തല തടവുന്നതിനെ പറ്റി. അതിൽപ്പെട്ട ഒരു റിവായത്ത് അനുസരിച്ച് തലയുടെ മൂർദാവിന്റെ ഖദർ തടയലാണ് വുജൂബ് എന്നാണ്. എന്നാൽ വൽ മശ്ഹൂർ അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബിലെ പ്രസിദ്ധമായ ഖൗല് വുജൂബ് മസ്ഹിർ റുബൈ, 4 ഭാഗമെങ്കിലും തടയൽ വുജൂബാണ് എന്നാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, ഷാഫി മദ്ഹബിൽ ഒരു മുടിയുടെ അല്പമെങ്കിലും, തലയുടെ അതിർത്തിയിൽപ്പെട്ട ഒരു മുടിയുടെ അല്പമെങ്കിലുമോ തലയിൽ നിന്നിട്ട് വളരെ അല്പമെങ്കിലുമോ തടഞ്ഞാലും ഫർദ് വീടും എന്ന അഭിപ്രായത്തിൽ എന്തോ സംശയമുണ്ടോന്ന്. അങ്ങനെയല്ല, അത് അങ്ങനെ തന്നെയാണ്. അതിൽ 2 അഭിപ്രായമില്ല ഷാഫി മദ്ഹബിൽ, ഖൗലൻ വാഹിദൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഇമാമിങ്ങളുടെ ഖിലാഫ് പരിഗണിക്കുകയും മുഅക്കദായ ഒരു സുന്നത്താണെന്നുള്ള നിലക്ക് നമ്മളത് ശ്രദ്ധിക്കുകയും വേണം എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് 4 മദ്ഹബുകളിൽ ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും, ഹംബലി മദ്ഹബ് ചെവിയും തലയും മുഴുവൻ തടയണം, കാരണം ഒരു അവയവമാണ്, തലയിൽപ്പെട്ട ഒരു അവയവം പെട്ടത് തന്നെയാണ് ചെവി എന്നതുകൊണ്ട് തല തടയുക എന്ന് പറഞ്ഞാൽ തലയും ചെവിയും മൊത്തം തടയണം, എന്നാലേ വുദൂഇന്റെ ഫർദ് വീടുള്ളൂ എന്ന്. ചെവി മറ്റൊരു അവയവമായതുകൊണ്ട് ചെവി നിർബന്ധമില്ലെങ്കിലും തല മുഴുവനായി തടകൽ നിർബന്ധമാണെന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിവായത്തുണ്ട്. തലപ്പാവ് ധരിച്ച് വുദൂ ചെയ്ത സമയത്ത് തലപ്പാവ് അല്പം പൊക്കി മൂർദാവിന്റെ ഖദർ തടകിയതിനു ശേഷം ബാക്കി തലപ്പാവിന്റെ മേൽ തടകിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ മൂർദാവിന്റെ ഖദർ തടകിയ ഒരവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ അത്രയെങ്കിലും ചുരുങ്ങിയത് വേണം എന്ന് പറഞ്ഞതൊക്കെ പരിഗണിച്ച് ഈ മുഅക്കദായ സുന്നത്തിനെ പരിഗണിച്ച് തല മുഴുവൻ തന്നെ തടയാൻ ശ്രദ്ധിക്കണം എന്ന് തംബീഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബഗവി തങ്ങളുടെ ഖൗൽ എടുത്തുകൊണ്ട് അവിടെ ഉദ്ധരിച്ചത്. അതല്ലാതെ മദ്ഹബിൽ ആദ്യം പറഞ്ഞത് തന്നെയാണ് മുഅ്തമദ്, അതിൽ സംശയമുള്ളത് കൊണ്ടല്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത് തന്നെ നമ്മൾ ആളുകളോട്, സംഗതി അല്പം തടകിയാൽ ഫർദ് വീടുമെങ്കിലും
ഖിലാഫിനെ പരിഗണിച്ചുകൊണ്ടും സുന്നത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടും തല മുഴുവനായി തന്നെ തടകൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുന്നു എന്ന്. ആട്ടെ, ഖാമിസുഹ, വുദൂഇന്റെ ഫർളുകളിൽ നിന്നും അഞ്ചാമത്തെ ഫർള് വസ്ലു റിജ്ലൈഹി, രണ്ട് കാലുകൾ കഴുകലാവുന്നു. കാലും പറഞ്ഞേക്കന്നെ, കാല് എന്ന് പറഞ്ഞാൽ നെരിയാണി വരെയുള്ള കാലുവെട്ട്, മുട്ട് വരെയുള്ള കാലുവെട്ട്, തൊടന്റെ തല വരെയും പെട്ടല്ലോ. ജിജ്ല് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ബി കുല്ലി കഅബിൻ മിൻ കുല്ലി റിജ്ലിൻ, ഓരോ കാലിൽ നിന്നുമുള്ള മുഴുവൻ നെരിയാണിയും. കഅബ് കഅബ് പറഞ്ഞാൽ നെരിയാണീന. ഈ ആണി രണ്ടു വസ്തുണ്ടാവും, അതാണ്. കുറെ ആണിന്നല്ല, 4 ആണിണ്ടല്ലോ. അതായത് ഈ കാല് മുഴങ്കാലിലേക്ക് പാദത്തെ ചേർക്കുന്ന ആ ജോയിന്റ് ഇടതുവശത്തും വലതുവശത്തുമായി ഉയർന്നു നിൽക്കുന്ന 2 എല്ലുകൾക്കാണ് ഈ ആണി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാലുമ്പൽ 2 ആണിണ്ടല്ലോ. അങ്ങനെ കൂട്ടുമ്പോൾ 2 കാലുമ്പൽ 4 ആണിണ്ട്. ഈ ആണി ഉൾപ്പെടെ കഴുകണമെന്ന് ജില്ലാത്തി ആയത്തിൽ അങ്ങനെയാണ്. വസ്ലു വ അർജുലക്കും ഇലൽ കഅബൈൻ, അവിടെ ഇന്ന ഇല എന്ന് പറഞ്ഞ ഹദ് ആ ഓയത്ത് ദാഖിലാണ്, നെരിയാണി ഉൾപ്പെടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയാന. എന്നാൽ നെരിയാണി ഉൾപ്പെടെ കാല് കഴുകണം. അതല്ലെങ്കിൽ ഔ മസ്ഹു ഖുഫൈഹിമാ, 2 കാലിൽ ധരിച്ചതായ ഖുഫ തടകണം. എന്നാലും മതി. കാല് 2 നെരിയാണി ഉൾപ്പെടെ കഴുകാണ് വേണ്ടത്. ഇനി അല്ല കാലിൽ ഖുഫ ഉണ്ടെങ്കിലോ ആ ഖുഫ തടകണം ബിശുറൂത്തിഹി, ഖുഫ തടകാൻ നിർദ്ദേശിക്കപ്പെട്ട ഷർത്തുകളോട് കൂടി. ഖുഫ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടകിയാ പോരാ, ഖുഫ തടകണം. അതായത് ഖുഫ എന്ന് പറയാൽ ബൂട്ട് എന്നാണ് അതിന്റെ അർത്ഥം പറയാ. പട്ടാളക്കാരാണ് സാധാരണ ധരിക്കുക, റോട്ടടിക്കാരും ധരിക്കാറുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ തണുപ്പ് മേഖലയിൽ സാധാരണ ആളുകൾ ധരിക്കാറുണ്ട് ബൂട്ട്. അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഷൂ പോലെ കാല് മറയുന്നതിന്റെ പുറമെ ഇങ്ങോട്ട് മേൽപോട്ട് കയറി നിൽക്കും. അങ്ങനെയുള്ള ബൂട്ട്, അതിനാണ് ഹുഫ എന്ന് പറയാ. ലോകത്താരും നമ്മൾ ഇന്ന് കാലിൽ ഷൂവിന്റെ ഉള്ളിൽ ധരിക്കുന്ന സോക്സിനെ സംബന്ധിച്ച് ഹുഫ എന്ന അറബിയിൽ ലോകത്താരും പറയാറില്ല. അതിന് ജൗറബ് എന്നോ മറ്റൊക്കെയാണ് പേര്. ഷുറാബ് എന്നും പറയാറുണ്ട്, ജൗറബ് എന്നും പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയാ എന്നല്ലാതെ ഹുഫ എന്നതിന് പേരില്ല. ഹുഫ തടയണമെങ്കിൽ ബൂട്ട് ആയിരിക്കണം. എന്നാൽ ഹുഫ അല്ലാതെ ഈ കാലുറ തടകാൻ പറ്റുമോ എന്ന് ഫിഖ്ഹിൽ ഒരു ചർച്ച ഉണ്ട്. അത് വേറൊരു വിഷയമാണ്. ഹുഫ അല്ലാന്ന് ഉറപ്പ് തന്നെ. അതോടുകൂടി കാലുറ ധരിച്ചാൽ അത് തടകാൻ പറ്റുമോ? കാലുറ ധരിച്ചാൽ തടയാൻ പറ്റും എന്ന് തന്നെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കന്മാരുടെ അഭിപ്രായം. പക്ഷെ അതിന് എന്ത് വേണം? ഈ ഹുഫ ബൂട്ട് പോലെ തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന നിലക്ക് ഉറപ്പുള്ളതും പുറമെ വെള്ളമൊറ്റിച്ചാൽ ഉള്ളിലേക്ക് നനവ് ചേരാത്തതുമായ നിബന്ധന ഒത്ത കാലുറയാണെങ്കിൽ അതിന്മേൽ തടകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇന്ന് ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സോക്സ് അത് സ്വന്തമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് പോക്കുവരവുകൾക്ക് ഉപയോഗിക്കാൻ മതിയാവാത്തതാണ്. വെള്ളം മുറ്റിച്ചാൽ അതിലൂടെ കാലിലേക്ക് നനവെത്തുന്നതുമാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബുകളിൽപ്പെട്ട 4 മദ്ഹബുകളിലും വെള്ളം അകത്ത് എത്തുന്ന തരത്തിലുള്ളതും ചെരിപ്പോ ഷൂവോ ഇടാതെ സ്വന്തം ധരിച്ച് നടക്കാൻ പറ്റാത്തതുമായ കാലുറകളുടെ മേൽ തടകിയാൽ വുദൂ സഹിയാവുകയില്ല. ആധുനിക വിവരം കെട്ട ജാഹിലീങ്ങളുടെ കടന്നുകയറ്റം കാരണം ഇന്ന് വ്യാപകമായി ജനങ്ങൾ സോക്സ് ധരിച്ച് അതിന്റെ മുകളിൽ തടവുന്നുണ്ട്. അത് ഇസ്ലാം ശരീഅത്തനുസരിച്ച് നിലവിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ 4 മദ്ഹബിലും സഹീഹ് അല്ല. അതിന്റെ ഇവിടെ പറയുന്നറിഞ്ഞ് അതിനെ പറ്റിയിട്ട് ഹുഫ പറയുന്നതിനെ പറ്റി ഫത്വയിൽ മീൻ പറയുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ മനസ്സിലാക്കണം. പണ്ട് നമ്മള്
ഖുലാസ ഓതിയ സമയത്ത് അവിടെ അല്പം വിശദമായി പറഞ്ഞിരുന്നു. ഇവിടെ വളരെ ചുരുക്കി പറഞ്ഞേക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ഫത്ഹുൽ മുഈനിന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഫത്ഹുൽ മുഈനിന്റെ സാഹചര്യം നമ്മുടെ മലബാരികളുടെ സാഹചര്യത്തിലായിരുന്നു. മലബാരികൾ സാധാരണഗതിയിൽ ഈ ഖുഫ ധരിക്കാറില്ല. കാരണം അവിടെ ബൂട്ട് ധരിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വേണ്ടല്ലോ, വേണ്ടവർക്ക് നോക്കാൻ വലിയ കിതാബുകളിലൊക്കെ ഉണ്ട് താനും. അതുകൊണ്ടാണ് ബി ശുറൂത്തിഹി എന്ന് പറഞ്ഞത്. ഇന്ന് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സഞ്ചാരികളും വിദേശവാസം അനുഭവിക്കുന്നവരും കേരളീയരാണ്, മലബാരികളാണ് കൂടുതൽ. അവരിത് ആ ഒരു കുരങ്ങിന്റെ സ്വഭാവ മലബാരിക്ക് സ്വന്തം വിവരം ഉണ്ടെങ്കിലും ആളുകൾ എന്താ ചെയ്യുന്നത് അതുപോലെയാണ് നോക്കും. നമ്മൾ പഠിച്ചതിന് എതിരാണോ, അത് ഇൽമുൻ ആലിമീങ്ങൾ പറഞ്ഞതിന് എതിർ, അതൊന്നും നോട്ടല്ല. എല്ലാരും ചെയ്യും പോലെയാണ് ചെയ്യുക. ആഖിർ സമാനിന്റെ ഫിത്നയിൽപ്പെട്ട മനുഷ്യനെ വഴികേടിലാക്കുന്ന വഹാബിയത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് ഷൂവിന്റെ ഉള്ളിൽ ധരിക്കുന്നതും സ്വന്തമായി ആവശ്യങ്ങൾക്ക് പോക്കുവരവുകൾക്ക് ധരിക്കാൻ മതിയാകാത്തതും വെള്ളം ഒറ്റിച്ചാൽ കാല് നനയുന്നതുമായ തരത്തിലുള്ള സോക്സിന്റെ മുകളിൽ തടങ്ങി വുദൂ പൂർത്തിയാക്കുന്ന ചില ആളുകളുണ്ട്. ആ വുദൂ 4 മദ്ഹബ് അനുസരിച്ചും സഹീഹല്ല, ബാത്തിലാണ്. അത്തരക്കാരെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. എന്നാൽ ഷർത്ത് എന്താ, അത് ചുരുക്കി പറയാ. ഹുഫ നിബന്ധനൊത്ത ഹുഫ തടയണമെങ്കിൽ തന്നെയുള്ള ഷർത്ത് ലബ്സുഹുമാ അലാ ത്വഹാറത്തിൻ കാമില. അതിന്റെ ഷർത്താ പറയുന്നത്. ഒന്ന്, വുദൂ ചെയ്തതിന് ശേഷം ധരിച്ചിരിക്കണം. ഇന്ന് സോക്സ് തടകുന്ന മുദീറന്മാരും അതുപോലെയുള്ള അത് കണ്ട് ചെയ്യുന്ന പാവപ്പെട്ട മലയാളികളും ഒക്കെ എന്താക്കുക വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് കക്കൂസിലൊക്കെ പോയി മലമൂത്ര വിസർജനം നടത്തി കുളിച്ച് വസ്ത്രം മാറ്റി പുറത്തിറങ്ങുന്ന സമയത്ത് കാലിൽ സോക്സ് ഇട്ട് അതിന്റെ മുകളിൽ ഷൂ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരുക. വുദൂ എടുത്തിട്ടൊന്നും അല്ല. എന്നിട്ടാണ് ഈ സാധു ജാഹില് വുദൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയി തല തടകി ചെവി തടകി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കാല് കഴുകുന്നതിന് പകരം ഈ സോക്സുമലൊന്ന് പൂച്ച മാന്തും പോലെ ഒന്ന് തോണ്ടിയിട്ട് ഇങ്ങോട്ട് പോരുക. ഒന്നാമത്തെ ഷർത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇന്നി ലബിസ്തുഹുമാ താഹിറത്തൈൻ, ഞാൻ വുദൂ എടുത്ത് ശുദ്ധിയാക്കിയതിന് ശേഷം ധരിച്ചതാണ്, അതുകൊണ്ട് അതിന്റെ മുകളിൽ തടകിയാൽ മതി എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ വുദൂ എടുക്കാതെ ധരിച്ചാൽ എന്തായാലും എല്ലാ ഷർത്തും ഹുഫയാണെങ്കിലും തടകാൻ പാടില്ല. രണ്ടാമത്തേത് യകൂനുൽ ഹുഫു താഹിറ, ഹുഫമ്മൽ നജസുണ്ടാകാൻ പാടില്ല, അത് ശുദ്ധിയുള്ളതായിരിക്കണം. കാരണം ആ ഹുഫ തടകിയാൽ ആ ഹുഫ അഴിച്ചു വെക്കാതെ അങ്ങനെ തന്നെ നിസ്കരിക്കണം എന്നതാണ് ഷർത്ത്. ഹുഫ അഴിച്ചു കഴിഞ്ഞാൽ വുദൂ തന്നെ ബാത്തിലാവും. ഹംബലി മദ്ഹബുകാർക്ക്. ഷാഫി മദ്ഹബ് അനുസരിച്ച് വുദൂ ബാത്തിലാവുമെങ്കിലും കാല് രണ്ടാമത് കഴുകിയെങ്കിലേ നിസ്കരിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോ നേരെ മറിച്ച് ചില ആളുകൾ ഹുഫ തടകി വന്നുകാണ്ട് പള്ളിയിൽ കയറുമ്പം ഷൂ അഴിച്ചു വെക്കുന്ന കൂട്ടത്തിൽ ഈ സോക്സ് അവിടെ ഊരിയച്ചുകാട് ഉള്ളിൽ കയറും. ഹംബലി മദ്ഹബ് അനുസരിച്ച് അവന്റെ വുദൂവിന്റെ ബാത്തിലാണ്, രണ്ടാമത് അൽക്കുന്ന വുദൂ കൊടുക്കണം. ഷാഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ രണ്ടാമത് വുദൂ എടുക്കേണ്ടതില്ലെങ്കിലും കാല് കഴുകിയതിന് ശേഷമേ ആ വുദൂ സഹിയാവുള്ളൂ. അപ്പൊ വുദൂ പൂർത്തിയാകാതെ നിസ്കാരമായതുകൊണ്ട് നിസ്കാരം സഹിയല്ലാതെ വരും. അതിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ ഇത് നജസില്ലാതിരിക്കണ്ടേ? ഈ ഹുഫയോട് കൂടി നിസ്കരിക്കണം. അതിന് ഹുഫ നജസില്ലാത്തതായിരിക്കണം. അപ്പൊ 2 ഷർത്തായിലെ മൂന്നാമത്തെ വൈക്കൂന കവിയൻ യുംകിനു മുതാബഅത്തുൽ മശി അലൈഹി, നല്ല ബലമുള്ള ഹുഫയായിരിക്കണം. അതായത് തന്റെ ആവശ്യങ്ങൾക്കുള്ള പോക്കുവരവുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം. എന്നാൽ അതിന്റെ പുറത്ത് വേറൊരു ഷൂവോ വേറൊരു ചെരുപ്പോ ഇടാതെ ഇതുകൊണ്ട് സ്വന്തം തന്റെ ആവശ്യങ്ങൾക്ക് പോക്കുവരവുകൾക്ക് പറ്റുന്ന നിലക്ക് ബലവത്തായിരിക്കണം. എങ്കിലേ ഹുഫ തടകാൻ പാടുള്ളൂ. മറ്റൊരു ഷർത്ത് സാത്തുറലി മഹല്ലി മാജിബോസ്ലു, കഴുകൽ ഉജൂബാവുന്ന മുഴുവൻ സ്ഥലവും മറയണം. അഥവാ നെരിയാണി ഉൾപ്പെടെ മറഞ്ഞതായിരിക്കണം. അപ്പൊ എത്ര ഷർത്തായി? ഒന്ന് വുദൂ എടുത്ത് പൂർത്തിയായതിനു ശേഷം ധരിച്ചിരിക്കണം. ഹുഫയിൽ നജസില്ലാതിരിക്കണം. അത് തുടർന്ന് നടക്കാൻ പറ്റുന്ന നിലക്ക് ബലമുള്ളതായിരിക്കണം. കഴുകൽ നിർബന്ധമായ സ്ഥലം മുഴുവൻ മറയുന്നതായിരിക്കണം. ഈ ഷർത്തുകളൊക്കെ ഒത്തുകൊണ്ട് ഒരാൾ ഹുഫ ധരിച്ചാൽ, അതായത് ഒരു ബൂട്ട് ആദ്യം വുദൂ എടുത്തതിനു ശേഷം ബൂട്ടിട്ടു, ആ ബൂട്ട് ധരിച്ചുകൊണ്ട് അവൻ പോയി പിന്നെ വുദൂ മുറിഞ്ഞപ്പം വുദൂ എടുക്കുമ്പോൾ ഈ ഹുഫ ഊരി വെക്കാതെ തല തടകൽ കഴിഞ്ഞതിന് ശേഷം കാല് കഴുകുന്ന സമയത്ത് ഹുഫന്റെ മേൽ തടകിയാൽ പറ്റും. പക്ഷെ അത് ഊരി വെച്ചാൽ പിന്നെ അത് മതിയാവൂല്ല. അതിന്റെ ശേഷം രണ്ടാമത് കാല് കഴുകിയെങ്കിലേ വുദൂ സഹിയാവുള്ളൂ. ഇങ്ങനെ നിബന്ധന അനുസരിച്ച് കാല് കഴുകുന്നതിന് പകരം ഹുഫ തടകിയാലും മതി. അത് കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു മസ്ഹുഫൈമാബിഷുറൂത്തിഹി എന്ന്. ഇനി വയജിബു നിർബന്ധമാണ്. ഒസ്ലു ബാത്തിന് സുഖ്ബ് എന്നും ഖിറാഅത്തുണ്ട്, സഖ്ബ് എന്നും ഖിറാഅത്തുണ്ട്. ദമ്മുകൊണ്ടും വായിക്കാം,
ഫത്ഹ കൊണ്ട് വായിക്കാൻ രണ്ടും സഹിയാണ്. സഖ്ബ് എന്നാണ് കുറച്ചുകൂടി നല്ലത്. ഓട്ടാന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ മുദവ്വറായിട്ട് വട്ടത്തിലുള്ളതിനാണ് സഖ്ബ് എന്ന് പറയാം. ഓട്ട കാലുമൽ വല്ല ഓട്ട അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും കുത്തിയിട്ടോ അല്ലെങ്കിൽ ഈ മുള എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്, ആ മുള ഉള്ളിലേക്ക് പോയാൽ അവിടെ ഒരു ഓട്ടം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഓട്ട ഉണ്ടെങ്കിൽ അത് കഴിക്കണം. ഒശക്ക് പറഞ്ഞാൽ വിള്ളല്, നീളത്തിലുള്ളതിന്. അപ്പൊ കാല് വിള്ളല് സാധാരണ ചില ആളുകൾക്ക് വല്ലാതെ വിള്ളലുണ്ടാവും. അങ്ങനെയുള്ള വിള്ളൽ അതുപോലെ തന്നെ ദ്വാരങ്ങൾ ഉൾപ്പെടെ കഴുകിയിരിക്കണം. ഇനി കൂട്ടത്തിൽ പറയാ ഫറോൻ ലോ ദഖലത്ത് ശൗക്കത്തുൻ, ഒരു മുള്ളുകറി ഉദു ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാലിൽ ഒരു മുള്ളുകുത്തി, എന്നിട്ടോ ആ കുത്തിയ മുള്ളിന്റെ ഒരു തല ഉള്ളിലുണ്ട്, അതിന്റെ അല്പഭാഗം പുറത്ത് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ കൈയോണ്ട് ഇങ്ങനെ തടകിയാൽ കയ്യുമേൽ തടയുന്നുണ്ട്. തടവി നോക്കുമ്പോൾ കയ്യുമേൽ തടയുന്ന നിലക്ക് പുറത്തേക്ക് തല നീണ്ടിക്കുന്നുണ്ട്. എങ്കിൽ വജബഹ, അങ്ങനെയുള്ള മുള്ളിനെ പറിച്ചെടുക്കൽ വുജൂബാണ്. വോസ്ലു മഹല്ലിഹ, ആ മുള്ളു കുത്തി നിന്ന ആ സ്ഥലം കഴുകലും വുജൂബാവും. എന്താ കാരണം? കാരണം ഈ സ്ഥലം പ്രത്യക്ഷ ഭാഗമാണ്. പ്രത്യക്ഷ ഭാഗമാകുമ്പോൾ അത് കഴിയണം. അതേസമയത്ത് ഇത് കുറച്ച് തല പുറത്തില്ലെങ്കിലോ പ്രശ്നമില്ല. അതാണ് ഫൈനിസ്തറത്ത് കുല്ലുഹ, മുള്ളി ശൗക്കത്ത് മുഴുവനായി ഉള്ളിൽ മറഞ്ഞു. കയ്യോട് തടകി നോക്കിയാൽ കൈമ തടയുന്നില്ല, എന്നാ നോക്കിയാൽ നിറം കാണുന്നുണ്ട്. അവിടെ സ്വാറത്ത് ഹുക്കുമിൽ ബാത്തിനി മുഴുവനായിട്ട് പറഞ്ഞാൽ പിന്നെ ഉള്ളിന്റെ ഹുക്കുമലായി ചെയ്യാൻ പുറം കഴിക്കാൻ മതി. അവിടെ പിന്നെ കാല് കുത്തി ഓട്ടയാക്കി ഉള്ളിലുള്ള മുള്ളു പുറത്തെടുത്ത് കളഞ്ഞെങ്കിൽ ഉദു ചെയ്യാവൂ എന്നില്ല. അതേസമയത്ത് തല പുറത്ത് കാണുന്നുണ്ടെങ്കിൽ വാഹിറിന്റെ ഹുക്കുമലാണ്, പ്രത്യക്ഷ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് മുള്ള എടുത്തതിന് ശേഷം ആ സ്ഥലം കഴുകേണ്ട വേണം. ഉള്ളിൽ മറിഞ്ഞതാണെങ്കിൽ പുറം ഭാഗം കഴുകിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. വലോ തനഫത്ത ഫീ റിജ്ലിൻ ഔ ഗൈരിഹി, കയ്യിലോ കാലിലോ, അതാ വൈര് പറഞ്ഞത്. കാലിൽ മാത്രമല്ല വൈരിഹി, ഉദുവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് തനഫത്ത് നിഫ്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നീര് നിറഞ്ഞ പൊള്ള ഉണ്ടായി. ചൊള്ള എന്ന് പറയും ചിലവര്, ചിലവര് പൊള്ള എന്ന് പറയും, ചിലവരെന്ത് പറയും കുരു മുഴ പോലത്തതൊക്കെ. നേരെ പുളുവൻ തീ പൊള്ളിയത് പോലത്തൊക്കെയാണ്. ഇതിനൊക്കെ ഓരോ നാട്ടുകാരും ഓരോ ഭാഷക്കാരും പൊക്കളാന്ന് അങ്ങനെയും പറയുന്നുണ്ട്, പോളോന്നും പറയും, കിരിശിരിയൊക്കെ. എന്ത് പറഞ്ഞാലും മാറ്റില്ല, സംഗതി ഇപ്പൊ ഒക്കെ മനസ്സിലായല്ലോ. അങ്ങനെ ഉണ്ടായി. ലംയജിബ് വസ്ലു ബാത്തിനിഹി, അതിന്റെ ഉള്ളു കഴുകൽ വുജൂബില്ല എന്ന് പറഞ്ഞാല് തീ പൊള്ളിയിട്ട് ഒരു പൊളോൺ കെട്ടി ഉള്ളിലല്ല നീരുണ്ട്, പുറത്തിങ്ങനെ തൊലി കാണുന്നത്. അതല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്ത് ശീലമില്ലാത്ത ആള് കൈകൊണ്ട് കൈക്കോട്ടോ കത്തിയോ പോലത്തെ ഉപയോഗിച്ച് ജോലി ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കയ്യിന്മേലൊക്കെ പൊളവും പൊന്തിയതായിട്ട് കണ്ടു. എന്നാൽ അതിന്റെ ഉള്ളു കഴിയേണ്ട ആവശ്യമില്ല. ഉള്ളു അങ്ങനെ കിടന്നോട്ടെ, ഉള്ളിൽ നേരിട്ട് തന്നെ അവനെന്താ പുറത്ത് കഴിയാൻ മതി. പക്ഷേ മാരമ്യത്തെ ഷക്കക്ക് ഇത് പൊട്ടാതെന്ന ഇങ്ങനെ തീ പൊള്ളിയിട്ടോ പൊളോന്നാ പറയാ നമ്മൾ കിച്ചിരിക്കാര്. ബാക്കിയുള്ളവര് ഇസ്കും അങ്ങനെ തന്നെ പറയാന്നാ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ആരോരാജ്യമൊക്കെ എന്താ പറയാന്ന് ആചാര്യക്ക് തന്നെ തിരിയുള്ളൂ. എന്തായാലും സാധനം ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞല്ലോ. അത് പൊട്ടിയിട്ടിങ്ങനെ പുറം കഴിയാൻ മതി. പൊട്ടിയാലോ ഫൈന്തഷക്ക, ഈ പുളുണ്ട് പൊന്തിയത് പൊട്ടിക്കഴിഞ്ഞാൽ വജബൗസുലുബാത്തിനിഹി, അതിന്റെ ഉള്ളു കഴുകൽ വുജൂബാകും. പൊട്ടിയാ പിന്നെ അത് ഇങ്ങനെ തോലങ്ങോട്ടോട് നീങ്ങല്ലോ, അപ്പൊ ഉള്ളിലുള്ള. പക്ഷെ മാരം വ്യർത്ഥത്തിക്ക് രണ്ടാമത് മാംസത്തോട് അത് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ, തൊലി പൊട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ രണ്ടാമത് അതെന്തായിട്ടുണ്ട്, തൊലിയോട് അല്ല മാംസത്തോട് ഒട്ടിപ്പിടിച്ച് ചേർന്നു, എന്നാ പിന്നെ ഇതിന്റെ പുറം കഴിയാൽ മതി. അങ്ങനെ ഒട്ടിപ്പിടിച്ച് തൊലിയോ മാംസത്തോട് ഒട്ടിപ്പിടിക്കാത്തടത്തോളം കാലം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പൊറുവന്റെ ഉള്ളു കഴുകൽ ഉജുബാവും. പൊട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പൊട്ടിയാണ് എന്നാലും അത് മാംസത്തോട് ഒട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഉള്ളു കഴുകേണ്ടതില്ല. അടുത്ത ഫർദ് വരെയുണ്ട് ഓതുക, അതിനെത്തും. തമ്പീഹും, പ്രത്യേകം ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്, ഒരു ഉണർത്തൽ. ദക്കറു ഫിൽ ഉസ്ലി, മഹാന്മാരായിരിക്കുന്ന ഫുഖഹാ ഇമാമിയങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഫിൽ ഉസ്ലി കുളിന്റെ ബാബിലാ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഉദുവാണ് പറയുന്നതെങ്കിലും ഈ വിഷയം അവിടെ പറഞ്ഞത് വെച്ച് ചെറിയൊരു ബന്ധമുള്ളത് കൊണ്ട് ഇവിടെ ഉണർത്തുക. എന്താ
എന്താണ് കുലിയിൽ പറഞ്ഞത്? അന്നഹു യുഫ, വിടുതി ചെയ്യപ്പെടും, അൻ ബാത്തിനി ഉഖദി ശഅരി, മുടി കെട്ടിക്കുടുങ്ങിയതിന്റെ ഉള്ളിനെ തൊട്ട്. ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ ഹൈലോ നിഫാസോ ഉണ്ടായിട്ട് ശുദ്ധി വന്നതിന് ശേഷം കുളിക്കുകയാണ്. ഈ ഫർളായ കുളി കുളിക്കുമ്പോ ഒരു മനുഷ്യന്റെ മുടി കെട്ടിക്കുടുങ്ങിയാണ്. ഇവൻ കെട്ടിയതല്ലട്ടാ, കെട്ടിക്കുടുങ്ങിയതാണ്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പുറം കഴിയാ മതി, ഉള്ളിനെ തൊട്ട് അഫു ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വയം കെട്ടിക്കുടുങ്ങിയതാണെങ്കിൽ ദക്കറു എന്ന് പറഞ്ഞാൽ ഫുഖഹാ എന്ന്, അങ്ങനെ അതിന്റെ അർത്ഥം പറയാം. മഹാന്മാരായ അഇമ്മത്ത് ഫുഖഹാ ഉലമാക്കന്മാർ എന്ത് പറഞ്ഞു? അപ്പൊ ഈ സ്വയം കെട്ടിക്കുടുങ്ങി, അത് ചില ചില സ്ത്രീകൾക്ക് പനി വന്നാൽ മുടിയാകണ്ട് കെട്ടിക്കുടുങ്ങിയിട്ട് ഒരു കട്ടയിട്ടുണ്ടാവും. പിന്നെ ഒരു കുതിർത്തും ഉണ്ടാവില്ല. അവസാനം പിന്നെ ചിലപ്പം ചില ഉസ്താദന്മാര് മഹാന്മാരായ ആളുകൾ വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെ മന്ത്രിച്ചു കൊടുക്കും. അതിട്ടാ മാറാറുണ്ട്. അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടാവുന്നതാണെങ്കിൽ അങ്ങനെ ഇട്ടാ മാറും. ചിലത് ശൈത്താനി അല്ലാതെ രോഗത്തിന്റെ കാരണത്താൽ വരുന്നതുണ്ടാവും. അതിന് പിന്നെ ഒരു നിവൃത്തി ഉണ്ടായാലും മുറിച്ചു കളയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ ഈ മുടിയുടെ ഉള്ള് പിന്നെ കഴുകാൻ കഴിയില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പുറം കഴുകിയാൽ തന്നെ എന്ത് മതി, ഉള്ളിനെ തൊട്ട് അഫു ചെയ്യപ്പെടും എന്ന് മഹാന്മാരായ ഫുഖഹാ കുളിയുടെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. ഞമ്മക്ക് വരുന്നവർക്ക് അതുമായിട്ടൊരു ബന്ധമില്ല, അത് കുളിന്റെ ബാബ് പറയുന്ന വിഷയമാണ്. തുടർന്ന് പറയുന്ന വിഷയം നമുക്ക് ഇവിടെ ഉദുവിന്റെ ബാബിൽ ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ മനുബുത്തുലിയ ബിനഹ്വി തബ്ബൂഇൻ, ഈ മുടിക്കെട്ട് കെട്ടിക്കുടുങ്ങിയ മുടിയോട് ചേർക്കപ്പെട്ടിരിക്കുന്നു മൻ, ഒരാളെ. ഓനോട് ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അഫുണ്ട്, ഉള്ളിനെ തൊട്ട് അഫുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹുക്കുമിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു മൻ, ഒരു ചങ്ങായിനെ. എങ്ങനത്തെ ഒരുത്തനാണ്? ഉബുത്തുലിയ, അവൻ ഇബ്തിലാ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് വല്ലാതെ മശക്കത്തിലായി. ബിനഹ്വി തബ്ബൂഇൻ, വെള്ളപ്പേൻ പോലത്തത് കൊണ്ട്. വെള്ളപ്പേൻ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല? തബ്ബൂ എന്ന് പറഞ്ഞാൽ അതാണ് വെള്ളപ്പേന്. ഈരല്ല, ഈ പേനിന്റെ മുട്ടക്കാണ് ഈര് എന്ന് പറയാം. അത് വല്ലാതെ അങ്ങനെ പറ്റിപ്പിടിക്കൂല. അതേ സമയത്ത് പേനിന്റെ കൂട്ടത്തിൽ തന്നെ വെള്ളപ്പേൻ എന്ന പേരിൽ ഒരു പേനുണ്ട്. ആ പേനിനുള്ള തകരാറ് അതങ്ങോട്ട് പറ്റിപ്പിടിച്ചാൽ പിന്നെ അത് പറിച്ചാ കിട്ടൂല. പിന്നെന്താക്കണം? ഒന്നിരിക്കൽ മുടി വടിച്ചു കളയണം, അതല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുകയൊക്കെ വേണം. ഇങ്ങനെ ഒരാൾക്ക് ശരീരത്തിലൊക്കെ താടിയിലും തലമുടിയിലും മുഴുവൻ ഈ വെള്ളപ്പേന്റെ ശല്യമുണ്ട്. ലസക്ക, അത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ബി ഉസൂലി ശരിഹി, അവന്റെ മുടികളുടെ ഒക്കെ മൊരട്ട്, താടിന്റെയും തലമുടിന്റെയും ഒക്കെ മൊരട്ട് കണ്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഹത്താ മന ഉസൂലൽ മായിലൈഹ, ആ മുടിയുടെ ഉസൂല് കൊള്ളയ മൊരട് കൊള്ള വെള്ളം ചേരുന്നതിനെ തടയുന്ന നിലക്ക് മൊരട്ട് ഈ വെള്ളപ്പേൻ ഇങ്ങോട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. വലം യംകിൻ നിസാലത്തുഹു, നീക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോ മുഖം കഴുകുകയാണെങ്കിലും ഇപ്പൊ താടിയൊക്കെ തിങ്ങിയതല്ലാത്ത താടി, മുടിയുടെ ഉള്ളും പുറവും കഴുകൽ ഉജൂബാണല്ലോ, തൊലിയും കഴുകൽ ഉജൂബ. അപ്പോ താരൻ എന്നറിയുന്നത് കീശിരിയ അയിനാണ്. അതെന്താണ്? ഒരു തൊലിയാണ് താരൻ. ഈ ഒരു തരം തലയിലോ താടിയിലോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ചവറാണ്. ഇതല്ല. ഇപ്പൊ 4 സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഒന്ന് സാധാരണ പേൻ, അതിനെ കൊണ്ട് വലിയ അലമ്പുണ്ടാവില്ല. രണ്ടാമത്തത് ഈര് എന്ന് പറയുന്നത് ഈ പേനിന്റെ മുട്ട, അത് പറ്റി കിടക്കും, എന്നാലും അത് എടുത്താൽ കിട്ടും. പിന്നെ താരൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, തലമുടി ചുളിഞ്ഞുണ്ടാകുന്ന ഒരു പൊടി പോലെ വരുന്ന സാധനമാണ്. അത് ജീവനുള്ളൊന്നുമല്ല. ഇപ്പൊ അറിയുന്ന തബ്ബൂ എന്ന് പറയുന്നത് വെള്ളപ്പേനാണ്. ആ അന്വേഷണം അറിയാം. വെള്ളപ്പേൻ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പനി ഉണ്ടായാൽ വരുന്ന ഒരു രോഗമാണ് വെള്ളപ്പേൻ എന്നറിയാന്നറിയുന്നത്. വിയർപ്പിൽ നിന്നിട്ട് ഉണ്ടാവുന്ന ഒരു ജീവിയാണ്. ആട്ടെ, ഇപ്പൊ ഇവിടെ ഇവന്റെ കുളിക്കുന്ന സമയത്തോ വുദൂ ചെയ്യുന്ന സമയത്തോ മുഖം തൊലിയും മുടിയും കഴിയണമല്ലോ. തിങ്ങിയതല്ലെങ്കിൽ
മുടിയുടെ ഉള്ളും പുറം കഴുകണം. അങ്ങനെ വന്നപ്പോ ഇവന്റെ താടിയിലും തലമുടിയിലും ആകെ വെള്ളപ്പേൻ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് വെള്ളം ഉള്ളിലേക്ക് ചേരുന്നില്ല. ഇനി ചേരണമെങ്കിൽ എന്ത് വേണം? താടി വടിക്കണം. താടി വടിക്കലാണെങ്കിൽ ഹറാമാണല്ലോ. അങ്ങനെ വരുമ്പോ പിന്നെ എന്ത് ചെയ്താ മതിന്ന്? അതിന്റെ പുറം കഴുകിയാ മതി, അഫുവാണ്. അതാണ് ഇപ്പൊ കുളിയിൽ പറഞ്ഞ മസല ഇവിടത്തേക്ക് കൊണ്ടുവരാൻ കാരണം അതാ. ഇങ്ങനൊരു സാഹചര്യം ഒരുത്തന്റെ താടിയിൽ വന്നു. അങ്ങനെ മുഖത്തിന്റെ തൊലി പൂർണ്ണമായി നരക്കാൻ ഈ വെള്ളപ്പേൻ കാരണം സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ അഫു ചെയ്യപ്പെടും എന്ന്. വഖദ് സറഹ ശൈഖ് ശുയൂഖിനാ സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ഷെയ്ഖായ മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത് യൻഹു ലാ യൽഹഖു ബിഹാ, ഈ വെള്ളപ്പേന്റെ ശല്യം അനുഭവപ്പെട്ട് വെള്ളം ചേരാതെ വരുന്ന സാഹചര്യത്തിൽ അത് സ്വയം കെട്ടിക്കുടുങ്ങിയ മുടി ഉള്ളിനെ തൊട്ട് അഫുണ്ട് എന്ന് പറഞ്ഞ മസ്അലയോട് ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം സക്കരിയ അൻസാരി തങ്ങൾ പറയുന്നത് അതിനോട് ചേർക്കാൻ പറ്റൂല. കെട്ടിക്കുടുങ്ങിയ മുടിനോട് വെള്ളപ്പേൻ പിടിച്ചതിന് ചേർക്കാൻ പറ്റൂല. പിന്നെന്ത് വേണം? ബൽ അലൈഹി തയമ്മുമു, തയമ്മം ചെയ്യാൻ വേണ്ടത് എന്നാണ് സക്കരിയ അൻസാരി തങ്ങൾ പറഞ്ഞത്. കാരണം നനക്കാൻ പറ്റുന്നില്ല, മുഴുവനായിട്ട് ഫർളായ സ്ഥലം നനക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ തയമ്മം ചെയ്യാൻ വേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ പറഞ്ഞത്. മഹാനായ സക്കരിയ അൻസാരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞെങ്കിലും ലാക്കിൻ കാലത്തിൽ മീദുഹു, പക്ഷെ അതല്ല മുഅ്തമദ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ലാക്കിൻ ഇട്ടിട്ട് പറയുന്നത്. ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങളുടെ ശിഷ്യനായ മഹാനായ ശൈഖുന, നമ്മളെ ശൈഖുനയാവുന്ന ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വല്ലദീ യത്തജിഹു, പ്രബലമാവുന്നത് മുഅ്തമദായിട്ട് വരുന്നത് അൽ അഫു, ഇവിടെ അഫു ഉണ്ട് എന്നത് തന്നെയാണ്. ഇത് ഈ വെള്ളപ്പേൻ നീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിനെ തൊട്ട് അഫു ഉണ്ട് എന്നത് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ വേറൂറത്താണ് എന്ന്. ആറാമത്തതാ ഇനി നാളോതല്ലേ, ഒന്നായി ചോദിച്ചിട്ട് മടുക്കാനും പാടില്ല. ഇത് കുറച്ചെങ്കിലും കിതാബ് ഓതിയ മോദിയന്മാർക്ക് ഇതിപ്പോ ഒരു രസം കിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും മസാല വേറെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക. ഇബാറത്തിനെ പറ്റിയിട്ടോ അതിലുള്ള വെമീറിനെ പറ്റിയിട്ടോ അതിന്റെ താലൂക്കിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കണ പണിയല്ല സാധാരണക്കാർക്ക്. അതിപ്പോ ആരൂരാജിനെ പോലത്തെ അല്ലെങ്കിൽ കീച്ചീരിനെ പോലത്തെ കുറച്ചൊക്കെ കിതാബ് ഓതി പരിചയമുള്ള ആളുകൾക്ക് ഇപ്പൊ അയിമ്പലൊക്കെ ഒരു ചെറുക്ക് കിട്ടുള്ളൂ. അപ്പൊ അധിക സമയം അത് കൊണ്ടുപോയാൽ ചിലവർക്കൊരു രസക്കുറവുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആറാമത്തേത് നാളെ ഇപ്പൊ വ്യാഴ്ചയാണല്ലോ അല്ലെ, നാളെ വ്യാഴ്ച ഇൻഷാ അല്ലാഹ്. അപ്പോ നാളെ വേണമെന്നില്ല, ഒഴിവൊക്കെ കിട്ടുകയാണ്, സൗകര്യം റാഹത്തുണ്ട്, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, കാര്യമായിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് പാട്ട് പാടിയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അപ്പൊ നാളെ ഓതാ, അല്ലെങ്കിലോ ഇൻഷാ അല്ലാഹ് സാധാരണ പോലെ ശനിയാഴ്ചയും ഓതാ. ഇനി കുറച്ച് സമയം ഫിഖ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ഇന്നലെ ആരോ ഒരു മസല ചോദിച്ചിരുന്നു. അത് പിന്നെ ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിയെ സംബന്ധിച്ച് വളരെ വളരെ ഹ്രസ്വമായ ഒരു അനുസ്മരണം നടത്തിയപ്പോ അതിന്റെ ഇടയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇന്നലെ ഇനി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ഫിഖ് കൊണ്ടുവരണ്ട എന്ന നിലക്ക് ഒരാൾ ചോദിച്ചെങ്കിലും അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നലെ അത് മറുപടി പറഞ്ഞിട്ടില്ല. അയാളുണ്ടാവുമെങ്കിൽ അയാൾക്കും, അല്ലാത്തവർക്കും അത് കേട്ടവരുണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞത് എപ്പോഴും നമ്മളിവിടെ പറയുന്ന ഒരു മസലയാണ്. ഒരാള് ഉംറക്ക് പോയി, ഉംറ കഴിഞ്ഞു, തവാഫും സയ്യും ഒക്കെ കഴിഞ്ഞു, മുടിയെടുത്ത് തഹല്ലുലാകാൻ മറന്ന് അയാൾ തിരിച്ചു വന്നു. ജിദ്ദയിൽ എത്തിയതിനു ശേഷമാണ് ഓർമ്മ വന്നത്. എന്നാലും എന്താ ചെയ്യാ എന്നൊരു സംശയം ഇന്നലെ ഒരു സഹോദരൻ ചോദിച്ചിരുന്നു. അത് പക്ഷെ ഇന്നലെ ഇപ്പൊ ഞാൻ പറയണമെന്നില്ല, ഇന്നിപ്പോ തുടക്കത്തിൽ അതാണ് പറയാൻ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വരാം. അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നത് കറാത്ത. അതായത് ഹറം ഷരീഫിൽ വെച്ച് തവാഫും സയ്യും കഴിഞ്ഞാൽ മുടിയെടുക്കേണ്ടത് ഏറ്റവും അഫ്ദലായത് മറവിൽ വെച്ചിട്ടാണ്. അതല്ലെങ്കിൽ പിന്നെ മക്ക ഷരീഫിൽ വെച്ചിട്ടാണ്. അതും അല്ലെങ്കിൽ ഹറമിൽ വെച്ചിട്ടാണ്. ഹറമിന്റെ പുറത്തേക്ക് കാരണം കൂടാതെ തഹല്ലുലാകാൻ വേണ്ടി മുടിയെടുക്കലിനെ പിന്തിക്കൽ കറാത്താണ്. അപ്പൊ ആ നിരക്ക് മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ കറാത്താണ്. എന്നാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഫിദിയൊന്നും വേണ്ടി വരൂല, സഹിയാകാതിരിക്കുകയുമില്ല. മറന്നുകൊണ്ടാണ് ചോദ്യകർത്താവ് പറഞ്ഞ, അങ്ങനെ മറന്നുകൊണ്ട് ജിദ്ദയിലെത്തി താമസ സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് ഓർമ്മ വന്നത്. ഓർമ്മ വന്ന ഉടനെ അദ്ദേഹം മുടിയെടുക്കുകയും ചെയ്തു.
എന്നാൽ അതിൽ കുഴപ്പമൊന്നുമില്ല, കറാഹത്ത് വരൂല. അതുപോലെ തന്നെ ഫിദിയ ഒന്നും വേണ്ടതാനും. മനഃപൂർവ്വമാണെങ്കിൽ കറാഹത്ത് വരും, എന്നാലും ഫിദിയ വേണ്ട. ഓക്കെ, അത് ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. അത് ഇന്നലെ പിന്നെ അതിന്റെ ഇടക്ക് പറയേണ്ടെന്ന് വെച്ച്. ഷെയ്ഖ് ജിലാനി തങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നമ്മളെ കാക്കൂട്ട ഉസ്താദിനെ പോലത്തെ ആ വിഷയത്തിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ ആധികാരികമായി പറയാൻ. എന്നാലും ഓരോരുത്തര് അവനാന്റെതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ, എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ നമ്മളൊരു ചെത്തെങ്കിലും ഉറക്കുക എന്ന് പറഞ്ഞാലും ഒരു നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും രണ്ടെണ്ണം പറയൽ ബർക്കത്തിന് വേണ്ടിയിട്ട് വേണ്ടി പറഞ്ഞില്ല. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം സമ്മാനം എന്നതുപോലെ ആ മഹാന്മാരുടെ ബർക്കത്തും അവരുടെ ദുആവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇപ്പൊ ഫിഖ്ഹിന്റെ ദിവസമായതുകൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അല്ലാഹു തആല അവന്റെ ദീനിൽ അവന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു.